ഓപ്പറേഷൻ സമയത്ത് കത്രിയ വയറ്റിൽ കുടുങ്ങി. 5 വർഷമായിട്ട് കത്രിയ വയറ്റിൽ തന്നെ. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ഈ സംഭവം ഉണ്ടായത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കോവിഡ് കാലത്തൊരു ഓപ്പറേഷൻ നടന്നു. ആ സമയത്ത് അവിടെ വന്നു ചേർന്ന പരാതിയായിട്ട് വന്ന ഒരു സ്ത്രീ, അവർ തൊഴിലുറപ്പ് സ്ത്രീയാണ്. അവരെ ശരീരത്തിൽ അവരുടെ ഗർഭപാത്രത്തിലൊരു മുഴ, വേദനയായി. കോവിഡ് സമയമാണ്. 2021 കോവിഡിൻ്റെ 2ാം തരംഗത്തിലാണ് ഇവർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചെല്ലുന്നത്. എന്തായാലും അവിടെയുള്ള ആ സമയത്ത് സാധാരണഗതിയിൽ ഓപ്പറേഷൻ എല്ലാവരും മടിക്കും. കോവിഡാണ് സമയം, സഹായിക്കാൻ ആൾ കുറവ്. ഇവരൊറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ഇവരെ കൂടെ ആരെ നിർത്താനും കഴിയില്ല, കോവിഡാണ്. എന്തായാലും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇവരുടെ അവസ്ഥ കണ്ടപ്പം അവർ ഓപ്പറേഷന് തയ്യാറായി. ഡോക്ടർ ലളിതയാണ് ഓപ്പറേഷൻ ചെയ്തതെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർ ഷാഹിദ എന്ന ലേഡി ഡോക്ടറാണ്. ഷാഹിദയുടെ പേരിലാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത്. അവർ ഓപ്പറേഷൻ സമയത്ത് ഒരു കത്രിയ വയറ്റിനകത്ത് വെച്ച് മറന്നുപോയി. 3.5 കിലോ തൂക്കമുള്ള പിണ്ഡം വയറ്റിൽ നിന്ന് അവർ നീക്കം ചെയ്തു. അന്ന് 1-2 നേഴ്സുമാർ അസിസ്റ്റൻ്റായിട്ട് ഉള്ളൂ. കോവിഡ് സമയമാണ്, പലരും വീട്ടിൽ നിന്ന് വരാനൊക്കെ മടിക്കുന്ന സന്ദർഭം തന്നെ. ആശുപത്രിയിൽ നിന്ന് തീർച്ചയായിട്ടും അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഡോക്ടർ ഷാഹിദ ഓപ്പറേഷൻ തയ്യാറായി. അവരെ ആ കാര്യത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം കോവിഡ് സമയമാണ്, പലരും ഇതൊക്കെ ഒഴിവാക്കും, മാറ്റിവെക്കും. ഇവർക്ക് കോവിഡ് ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ സമയത്ത് എത്ര സൂക്ഷിച്ചാലും ആ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർക്ക് അത് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും ഡോക്ടർ ഷാഹിദ അതിന് തയ്യാറായി. ആലപ്പുഴ പുന്നപ്രയിലെ 40 ചിറയിലെ ഉഷ ജോസഫ് എന്ന 41 വയസ്സുകാരിയാണ് പരാതിയും വേദനയൊക്കെ ആയിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് വന്ന്. ഏതായാലും ഓപ്പറേഷൻ നടത്തി 2021 കോവിഡിൻ്റെ 2ാം ഘട്ടത്തിൽ. അതിനുശേഷം അവർ ഹോസ്പിറ്റലിൽ നിന്ന് പോയി. പിന്നീട് അവർ ചെക്കപ്പിന് അവിടെ വന്നില്ല. അവിടെ വരണമെന്ന് പറഞ്ഞയച്ചിട്ടും അവർ വന്നില്ല. ഏതായാലും 3.5 കിലോയുള്ള പിണ്ഡം നീക്കിക്കഴിഞ്ഞല്ലോ, ഇനി സാരമില്ല. ഓപ്പറേഷൻ സ്ഥലത്ത് അവർക്ക് തീർച്ചയായിട്ടും പഴുപ്പുകളോ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അവർ വന്നില്ല. വരണം എന്ന് പറഞ്ഞു വിട്ടതാണ്. അതിനുശേഷം കഴിഞ്ഞ കുറേ വർഷങ്ങളായി, 4-5 വർഷമായി തൊഴിലുറപ്പിന് ഇവർ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ അണയ്ക്കുന്നു. അവർക്ക് ജോലി ചെയ്യാൻ മേല, ശരീരത്തിലെ വയറ്റിനുള്ളിൽ വേദന, അത് തിരിയുമ്പോഴും അനങ്ങുമ്പോഴും കുനിയുമ്പോഴും ഒക്കെ ചിലപ്പം കത്രിയ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വല്പം മാറുമായിരിക്കും. അപ്പം പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും കത്രിയ വയറ്റിൽ കിടന്നാൽ വലിയ പ്രശ്നമില്ല എന്നൊരു ഡോക്ടർ പറഞ്ഞത് ശാസ്ത്രീയമായിട്ട് ശരിയാണ്. പക്ഷെ അങ്ങനെ പറയാമോ ഇല്ലയോ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഏതായാലും പുന്നപ്രയിലുള്ള ഉഷയ്ക്ക് അവരുടെ വീടെല്ലാം ഇടിഞ്ഞു പോയി. വാടക വീട്ടിലുമാണ്, വളരെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. അവരുടെ ഭർത്താവ് ആ ജോസഫിന് ജോലി ചെയ്യാൻ കഴിയില്ല, അദ്ദേഹം അസുഖക്കാരനാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ അവർ ആശ്രയിച്ച്. അവർക്ക് മറ്റൊരു ഹോസ്പിറ്റലിൽ പോകാനും കഴിയില്ല. എന്തായാലും ഓപ്പറേഷൻ ശേഷം ഇവർക്ക് കിടപ്പ് തന്നെയാണ്. എങ്കിലും ജീവിക്കാൻ മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് ഭർത്താവിന് സുഖമില്ലാത്ത അവസ്ഥയിൽ അവർ തൊഴിലുറപ്പിന് അത്യാവശ്യം പോവും. അവിടെ ചെന്ന് പണിയാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഏതായാലും ഈ സമയത്ത് ഇവരുടെ വയറ്റിലെ വലിയ പ്രശ്നങ്ങൾ അവർക്ക് തോന്നി. അതിനുശേഷം അവർക്ക് ഒരു സ്റ്റോൺ ഉണ്ടായി. ആ സ്റ്റോൺ കളയാൻ വേണ്ടി ചികിത്സയൊക്കെ നടന്ന് അതുണ്ടായി, അത് കളയുകയും ചെയ്തെന്ന് തോന്നുന്നു. പക്ഷേ അവർക്ക് ബ്ലീഡിങ് ഉണ്ടായി. അത് സ്റ്റോണിൻ്റെ ആണെന്ന് കരുതി റിട്ടയർ ചെയ്ത ഒരു ഡോക്ടർ, യൂറോളജി ഡോക്ടറെ ഇവർ പോയി സമീപിച്ചു. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു എക്സ്റേ നിങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പോയി എക്സ്റേ എടുത്തപ്പോഴാണ് ആ എക്സ്റേക്കകത്തായിട്ട് 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കത്രിക കിടക്കുന്ന കാണുന്നത്. അതോടുകൂടി ഇവർ വീണ്ടും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചെന്നു. ആ മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ സമരം നടക്കുന്നതുകൊണ്ട് അവർ ചില ഗുളികകൾ കൊടുത്തിട്ട് ഇവരെ പറഞ്ഞു വിട്ടിട്ട് 23-ാം തീയതി വരാൻ പറഞ്ഞു. എന്തായാലും ഇവർ ഭയപ്പെട്ടു പോയി. തീർച്ചയായിട്ടും വയറ്റിൽ കത്രിക കിടക്കുകയില്ലേ. അവർ എറണാകുളത്തെ ഏതോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അത് റിമൂവ് ചെയ്തു എന്നാണ് ഇപ്പം പറയുന്ന വാർത്തകൾ. എന്തായാലും ഇതിനെ സംബന്ധിക്കുന്ന വാർത്ത വലിയ പ്രശ്നമായി. അതോടുകൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അവിടുത്തെ സൂപ്രണ്ടും അവിടുത്തെ പ്രിൻസിപ്പളും ഇന്നൊരു വാർത്താ സമ്മേളനം വെച്ചു. അരുകുമാർ എന്ന് പറഞ്ഞ ആശുപത്രി സൂപ്രണ്ടും പ്രിൻസിപ്പളും
പത്മകുമാറും വാർത്താ സമ്മേളനത്തിന് റെഡിയായി. അവരുടെ ഹോസ്പിറ്റലിൽ അതിന് റെഡിയാവും മേശയെല്ലാം ഇട്ടു. പക്ഷേ പെട്ടെന്ന് ആ മേശപ്പുറത്ത് 3 പേര് വന്നിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ. അവരുടെ ഈ പ്രവർത്തനത്തിനെതിരായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ അവിടെ എത്തി. അവർ ആ മേശപ്പുറത്ത് ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചു. പോലീസ് അവരെ നീക്കം ചെയ്യാൻ ശ്രമിച്ചു. അവർ പറഞ്ഞ് ഞങ്ങൾ ഇതിന് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തതാണ്, പോലീസ് ഞങ്ങളെ പിടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ പറയാനുള്ളത് പറയും, അത് പ്രതിഷേധിക്കാനുള്ള കാര്യം പ്രതിഷേധിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് പോയി അവരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ഓപ്പറേഷൻ നടന്നപ്പോൾ അതിലും എങ്ങനെയാണ് പണം ഉണ്ടായെന്ന് അറിയില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റലുകാർ, അവിടെ ധാരാളം ഡോക്ടേഴ്സുണ്ട്. അവരൊരു കാര്യം ചെയ്യണം, ഇതൊക്കെ കുറ്റപ്പെടുത്തുന്നതല്ല, അങ്ങനെ സംഭവിക്കാം. അങ്ങനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചില ഗൈഡ് ലൈൻസ് ഉണ്ട് ഓപ്പറേഷൻ സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ തൊട്ട് മുമ്പ് എന്തൊക്കെ ഉപകരണങ്ങളാണ്, കത്രിക, അങ്ങനെ ബ്ലേഡ്, അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതേ ലിസ്റ്റ് അനുസരിച്ച് ചെക്ക് ചെയ്തിട്ട് അത്രയും സാധനങ്ങൾ കൈവശം ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നിർദ്ദേശം. കാരണം ഇതുപോലെ അബദ്ധങ്ങൾ പലർക്കും പറ്റിയിട്ടുണ്ട്. ഇത് മനഃപൂർവ്വമല്ല, പക്ഷേ അത് സംഭവിച്ചു പോയി. അത് ചെക്ക് ചെയ്ത് ആ സിസ്റ്റേഴ്സാണ് അത് കണ്ടുപിടിക്കേണ്ടത്. ചിലപ്പോൾ അത് അവിടെയെങ്കിലും മറന്നു വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷേ അത് പാടില്ല. വയറ്റിനുള്ളിൽ നേരത്തെ പല സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ കേരളത്തിൽ ധാരാളം കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് കൃത്യമായി ആ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാർ ഇൻസിസ്റ്റ് ചെയ്യണം. എത്ര സാധനങ്ങളാണ് ഓപ്പറേഷന് വേണ്ടി പുറത്തെടുക്കുന്നത്, അതിൻ്റെ ഒരു ലിസ്റ്റ് അതിനകത്ത് ആ ഡോക്ടർ ഒപ്പിടണം, ആ നേഴ്സ് ഒപ്പിട്ട് വെക്കണം. എന്നിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം. അബദ്ധം പറ്റാം ഇനിയും. അതുകൊണ്ട് അതിനെ കുറ്റപ്പെടുത്തുകയല്ല, അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യണം. അത് തന്നെയല്ല, അതിൻ്റെ ഒരു HOD ആയിട്ടുള്ള ആ ഡോക്ടർ ഇപ്പോൾ റിട്ടയർ ചെയ്തു പോയി. മറ്റുള്ളവർ ഷാഹിദ് ഉൾപ്പെടെ ഉള്ളവരെല്ലാം സർവീസിൽ തന്നെയുണ്ട്. ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിലെ നല്ല പേരും പെരുമയുള്ള ഒരു മെഡിക്കൽ കോളേജ് തന്നെയാണ്. 300ഓളം ഡോക്ടർമാരോടെ ഉണ്ട് എല്ലാ ഡിവിഷനിൽ നിന്ന് ഞാൻ കരുതുന്നു. അവർ നല്ല സേവനം ചെയ്യുന്നവരാണ്, എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് പല കാര്യത്തിലും. അതുകൊണ്ട് അവർ ദയവായിട്ട് ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ സംഘടനയിൽ കുറച്ച് പണം പിരിച്ചിട്ട് ആ സ്ത്രീയുടെ എറണാകുളത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ചിലവ് എത്രയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഒരാൾക്ക് 1000 രൂപ വെച്ച് എടുത്താൽ മതി. ഈസിയായിട്ട് ആ ചിലവ് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ പണം ഉപയോഗിച്ചിട്ട് അവർക്ക് ചെറിയൊരു കൂര അതുകൂടെ പണിയെ കൊടുക്കാൻ ഡോക്ടർമാർ തയ്യാറാകണം. ഈ പ്രശ്നം വഷളാകാതെ പോകണം. അവർ കേസ് കൊടുക്കാനൊക്കെ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട്. അതൊക്കെ വരട്ടെ. എങ്കിലും ഡോക്ടർമാർ അവരുടെ കർമ്മം നന്നായിട്ട് ചെയ്തു. അബദ്ധത്തിൽ ഒരു കത്രിക വയറ്റിനകത്ത് വന്നു. അതുകൊണ്ട് ഒരു പാപപരിഹാരത്തിനായിട്ട് ഇങ്ങനെ ഒരു സംഖ്യ പിരിച്ചിട്ട് അവർ നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെ ഇനിയും അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട് നമുക്ക് ഡോക്ടർമാർക്ക്. അതുകൊണ്ട് അത് കണക്കാക്കി അവരെ സഹായിക്കാൻ പറ്റുന്നെങ്കിൽ ആ പാവപ്പെട്ട സ്ത്രീയെ സഹായിക്കുന്നത് ഉചിതമായിരിക്കും. അതോടെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഏതായാലും ഇതിനെ പ്രസ് കോൺഫറൻസ് നടത്തി ഹരികുമാറിനും പ്രിൻസിപ്പലിൻ്റെ അടുത്തും പത്മകുമാറിൻ്റെ അടുത്തും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ രീതിയിലൊരു പ്രേക്ഷിത അല്ലെങ്കിൽ ഒരു സഹായ ഹസ്തം അവർക്കൊന്ന് നീട്ടുക, പ്രശ്നങ്ങളെല്ലാം തീരും. ഷാഹിദയ്ക്ക് അബദ്ധം പറ്റി അല്ലെങ്കിൽ നേഴ്സിന് അബദ്ധം പറ്റി എന്നുള്ളത് ശരിയാണ്. അതിനെപ്പറ്റി അത് സംഭവിച്ചു പോയി. അത് ഇനി പരിഹാരം വേറൊരു മാർഗവുമില്ല. അതിനി ഭാവിയിൽ ശ്രദ്ധിക്കാനും ഭാവിയിൽ ഓപ്പറേഷൻ ശ്രദ്ധിക്കാനും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇവരെ സാമ്പത്തികമായിട്ട് അല്പം സഹായിക്കുന്നത് നല്ലതാണ്. കാരണം ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിലെ പല ആശുപത്രികളിലും നടക്കുന്നുണ്ട്. അതിനൊക്കെ എതിരായി എന്തായാലും കൂടുതൽ പ്രതിഷേധങ്ങൾ വന്നാലും നമുക്ക് തീർച്ചയായിട്ടും അതിന് ഒരു പരിഹാരം ഉണ്ടാകണം. ഇതുപോലെ സ്ലിപ്പ് ഉണ്ടാകരുത്, ഇതുപോലെ അബദ്ധങ്ങൾ പറ്റരുത്. അതിന് വേണ്ടിയിട്ട് ഡോക്ടർമാർ, ഓപ്പറേഷൻ ചെയ്യുന്നവർ തീർച്ചയായിട്ടും മനുഷ്യജീവനുമായിട്ടാണ് അവർ പന്താടുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഡോക്ടർമാർ കുറച്ചുകൂടെ കോഷ്യസ് ആയിരിക്കണം. എല്ലാവരും ആ കാര്യത്തിൽ ശ്രദ്ധാലുക്കണം. ഒരു HOD എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, ഓപ്പറേഷൻ സ്ഥലത്ത്. അപ്പോൾ അവരും അത് ശ്രദ്ധിക്കണം. HODയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. പക്ഷേ ഈ സിസേഴ്സ് ഉൾപ്പെടെയുള്ള ഈ ഉപകരണങ്ങൾ തിരിച്ച് അതേപടി പുറത്തുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എവിടെയാണെന്ന് തോന്നുന്നു, വയറ്റിനകത്തുണ്ടായിരുന്ന നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവും. ധാരാളം പഞ്ഞികൾ ഉപയോഗിക്കും. കുറച്ച് പഞ്ഞി ഒരാളുടെ വയറ്റിൽ വെച്ചിട്ട് ഓപ്പറേഷൻ പൂർത്തിയാക്കി തുന്നിച്ചേർത്ത് പോയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് വളരെ അധികം ശ്രദ്ധാലുക്കളായിരിക്കണം. ഏതായാലും കോവിഡ് സമയത്ത് ഓപ്പറേഷന് തയ്യാറായി അവരുടെ മുഴ നീക്കിയ ഷാഹിദയും തീർച്ചയായിട്ടും ആ HODയൊക്കെ അഭിനന്ദിക്കുന്നുണ്ട് ഞാൻ. പക്ഷേ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ വരരുത്. നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികൾ ഇതിനെ ആ പ്രവൃത്തിയുടെ മാന്യത
ഉണ്ട്, പക്ഷേ മങ്ങലേറ്റിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക ഡോക്ടർമാരെല്ലാവരും. ഭാവിയിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്യും. അതിനകത്ത് അക്ഷമരാകരുത്. അങ്ങനെ ഉണ്ടായത് നമ്മുടെ ഭാഗത്തുള്ള അബദ്ധമാണ്, പറ്റിപ്പോയി, ശ്രദ്ധക്കുറവാണ്. അവിടെ 3, 4, 5 പേര് ഓപ്പറേഷൻ തിയേറ്ററിന് ചുറ്റും ഉണ്ടായി. അവരെല്ലാവരും ഇത് ശ്രദ്ധിക്കണം. നേഴ്സസ് പ്രത്യേകം, അവരാണ് ഈ ഓപ്പറേഷനെ സഹായിയായിട്ട് കൂടെ നിൽക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. എന്തായാലും ഈ ഒരു സംഭവത്തിനെ ഇനി അധികം വഷളാക്കാതെ, കാരണം അവിടെ യൂത്ത് കോൺഗ്രസ് അതിശക്തമായ പ്രതിഷേധം അവരകത്ത് കാണിച്ചു. അതേതായാലും നല്ല കാര്യം. കാരണം അവർ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും. കുറച്ചുകൂടെ അതൊരു വാർണിംഗ് ആണ് ഡോക്ടേഴ്സിനും, അല്ലെങ്കിൽ അത് കൂടുതൽ ശ്രദ്ധാലുവാകാൻ. ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പം കുറച്ചുകൂടെ കോഷ്യസായി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു മനസ്സവർക്കുണ്ടാകും. അതുകൊണ്ട് പ്രതിഷേധത്തിലൊന്നും വിഷമിക്കേണ്ട. അവർ ചെയ്ത പ്രവൃത്തി കോവിഡ് സമയത്തുള്ളതാണ്, നല്ല പ്രവൃത്തിയാണ്. അബദ്ധം പറ്റിപ്പോയി. അത് പരിഹരിക്കാനായിട്ട് ആ സ്ത്രീയെ ഒന്ന് സഹായിക്കുക.